ഇടുക്കിയിൽ മഴ ശമിച്ചു. പക്ഷേ ജില്ലയിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. എറണാകുളം, കുമളി, നേര്യമംഗലം, അടിമാലി ദേശീയപാതകളിലാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഉണ്ടെങ്കിലും ഈ പാതകളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ചായ്ഞ്ഞു നിൽക്കുന്ന നിരവധി മരങ്ങളും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കി കീരിത്തോട്ടിൽ നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, ഇപ്പോൾ തൽക്കാലം മഴയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും നാളെയും ഇനിയുള്ളൊരു 3-4 ദിവസമെങ്കിലും ഇടുക്കിയിൽ അലേർട്ടുകളുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്, നാളെ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളുള്ളത് അടിമാലി കുമളി ദേശീയപാതയിലാണ്. ഇടുക്കിയിലെ രണ്ട് വലിയ പട്ടണങ്ങളെ, അതായത് അടിമാലി, കട്ടപ്പന, രണ്ട് പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയപാത കൂടിയാണ് ഈ കാണുന്ന പാത. ഈ പാതയിൽ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ നമ്മളുള്ളത് കീരിത്തോട്ടിലാണ്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് ഈ കീരിത്തോട്ടിലെ ഈ കാണുന്ന ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന മുകൾ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടി താഴത്തേക്ക് വരികയായിരുന്നു. വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടി താഴേക്ക് വന്നിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടുന്ന സമയത്ത് ഈ റോഡിലൂടെ ആളുകൾ യാത്ര ചെയ്യാത്തതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. 100 കണക്കിന് വാഹനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു പാത കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ റോഡിന് താഴ്ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ പാറക്കഷ്ണങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അപകടാവസ്ഥ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി, ഇനി എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ, അല്ലേ? മഴ കൂടി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ഏകദേശം ഒരു 7 മണിക്ക് തുടങ്ങിയ മഴ ഇന്ന് വെളുപ്പിന് വരെ നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയും മഴ തുടർന്നു കഴിഞ്ഞാൽ 185 ദേശീയപാതയിലെ ഈ ഒരു ഈ ഒരു വഴി കൂടെയുള്ള യാത്ര തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് നൽകുന്നത് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉരുൾ പൊട്ടിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ധാരാളം കല്ലുകൾ ഇങ്ങനെ നിരങ്ങി നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ അധികാരികളൊന്ന് പൊട്ടിച്ചു മാറ്റി ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു പാതയിൽ കൂടി നമ്മുടെ എറണാകുളം കട്ടപ്പന മെയിൻ റൂട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവും പകലും ബസ് റൂട്ട് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. അപ്പം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഭീഷണി തന്നെയാണ്. മഴ തുടർന്നാൽ ഇതിൻ്റെ താഴെ ഉള്ള ആളുകളെല്ലാം ഇപ്പോൾ നിലവിൽ അധികാരികൾ ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയൊരു ദിവസവും മഴ ഇങ്ങനെ കണ്ടിന്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രാത്രി സമയങ്ങളിലും ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് കൂടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ആ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ സ്വകാര്യ ബസ്സുകളും KSRTCയും അടക്കം യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണ്. ഈ കാണുന്ന പ്രദേശത്ത് മാത്രമല്ല, ഇതിനായി വിവിധ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥയിൽ നിരവധി മരങ്ങൾ ഈ പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്ന മരങ്ങളൊക്കെ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണുള്ളത്. ഈ മരങ്ങളൊക്കെ ഏത് നിമിഷവും നിലം പൊത്താവുന്ന, ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ മാത്രമല്ല, അപകടാവസ്ഥയിലുള്ള മരങ്ങളും ഈ പാതയിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, ഇടുക്കി.